ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൈജു നമ്പർ 8 എന്ന ജാപ്പനീസ് അനിമേ TV സീരീസിന്റെ സീസൺ 1 10ാമത്തെ എപ്പിസോഡാണ്. ഇനി വെറും 2 എപ്പിസോഡുകൾ കൂടി കഴിഞ്ഞാൽ ഈ സീസൺ അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പേ ഉള്ള എപ്പിസോഡുകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കൈജു നമ്പർ 10 അതിന്റെ പുതിയ രൂപത്തിൽ വൈസ് ക്യാപ്റ്റൻ സോഷിറോയുടെ മുന്നിൽ നിൽക്കുന്നു. കഫ്ക തന്റെ കൈജു രൂപത്തിലല്ലെങ്കിലും അതിന്റെ ശക്തി മനസ്സിലാക്കാൻ അവന് കഴിയുന്നുണ്ട്. വൈസ് ക്യാപ്റ്റൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ അവൻ അവരുടെ അടുത്തേക്ക് ഓടുന്നു. അപ്പോൾ നമ്പർ 10 അതിന്റെ ഭീകരമായ കൈ ഉപയോഗിച്ച് സോഷിറോയുടെ നേരെ പ്രഹരം നടത്തുന്നു. എന്നാൽ സോഷിറോ വഴിയിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നു. അവൻ പ്രത്യാക്രമണം നടത്തി അതിന്റെ കവചത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു. പക്ഷേ ആ കൈജു അവന്റെ ബ്ലേഡുകൾ കൊണ്ട് മുറിക്കാൻ കഴിയാത്തത്ര വലുതാണ്. പെട്ടെന്ന് തന്റെ ശരീരം തളരുന്നതുപോലെ സോഷിറോയ്ക്ക് തോന്നുന്നു. തന്റെ സൂട്ടിന്റെ പ്രവർത്തന പരിധി തീരാറായി എന്ന് സോഷിറോ തിരിച്ചറിയുന്നു. എങ്കിലും അയാൾ തന്റെ ശരീരം വളരെ കഠിനമായി ചലിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അവന്റെ പരമാവധി കോമ്പാറ്റ് ഫോഴ്സ് ഇനി 1 മിനിറ്റ് കൂടിയേ ശേഷിക്കുന്നുള്ളൂ. സോഷിറോ ഒരു ഉയരമുള്ള കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഓടുകയും കൈജു നമ്പർ 10 കാണാൻ കഴിയാത്ത തക്കം അതിന്റെ പിന്നിൽ നിന്ന് ആക്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ സോഷിറോ ആക്രമിക്കുവാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അതിന്റെ പുറകിൽ ഒരുപാട് കണ്ണുകൾ തുറക്കുന്നു. അത് അവൻ ആക്രമിക്കുവാൻ വരുന്നത് കാണുന്നു. കൈജു നമ്പർ 10 അവനെ തിരികെ തട്ടി കെട്ടിടങ്ങൾക്കിടയിലൂടെ വലിച്ചെറിയുന്നു. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ സോഷിറോ അനങ്ങുവാൻ കഴിയാതെ ഇരിക്കുന്നു. ആ സമയം കൺട്രോൾ സെന്ററിലെ ഓപ്പറേറ്റർമാർ ഇതെല്ലാം ഭയത്തോടെ നോക്കി നിൽക്കുകയാണ്. കുട്ടിയായിരുന്നപ്പോൾ പിതാവുമായി നടത്തിയ സംഭാഷണം സോഷിറോ ഓർക്കുന്നു. ഡിഫൻസ് ഫോഴ്സിൽ ചേരുക എന്ന സ്വപ്നം ഉപേക്ഷിക്കുവാൻ അച്ഛൻ പറയുന്നു. കൈജുവിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തുന്നത് തോക്കുകളാണ്, മറിച്ച് ബ്ലേഡുകളല്ല എന്ന് സോഷിറോയുടെ അച്ഛൻ അവനോട് പറയുന്നു. അപ്പോൾ ഓപ്പറേറ്റിംഗ് ഓഫീസറായ ഓക്കനോഗി അവന്റെ പേര് വിളിക്കുന്നത് സോഷിറോ കേൾക്കുന്നു. താൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഒരു പുഞ്ചിരിയോടുകൂടി സോഷിറോ പറയുന്നു. അവൻ മെല്ലെ തറയിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ അടുത്ത നീക്കം ആലോചിക്കുന്നു. തന്റെ പോരാട്ടം പുനരാരംഭിക്കുന്നതിനു മുമ്പ് അദ്ദേഹം യുദ്ധത്തിന്റെ അവസ്ഥ പരിശോധിക്കുന്നു. ഈ അവസ്ഥയിൽ തനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ലെന്ന് ഓക്കനോഗി അവനെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ സോഷിറോ അതൊന്നും വകവയ്ക്കാതെ തന്റേതായ സ്ലൈസിംഗ് ആക്രമണങ്ങൾ ആരംഭിക്കുന്നു. പക്ഷേ നമ്പർ 10 അവനുണ്ടാക്കുന്ന ഡാമേജുകളെല്ലാം ഹീല് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു പറക്കുന്ന കൈജു സോഷിറോയുടെ മേൽ ഒരു എക്സ്പ്ലോസീവ് ഹിറ്റ് നടത്തുമ്പോൾ സോഷിറോ വീണ്ടും പഴയൊരു ഓർമ്മയിലേക്ക് പോകുന്നു. ഡിഫൻസ് ഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥൻ അവനോട് ഡിഫൻസ് ഫോഴ്സ് ഉപേക്ഷിക്കുവാൻ പറയുന്നു. ഭീമൻ കൈജുകൾക്കെതിരെ ബ്ലേഡുകൾ ഫലപ്രദമല്ലെന്നും ദിവസം തോറും കൈജുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും അയാൾ പറയുന്നു. സോഷിറോ ശക്തമായി നിലത്തിടിക്കുന്നു. വീണ് കിടക്കുന്ന അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മീന ആഷിറയുമായിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ച അവന്റെ ഓർമ്മയിലേക്ക് വരുന്നു. മറ്റുള്ളവരെ പോലെ മീനയും തന്നോട് ഡിഫൻസ് ഫോഴ്സിൽ നിന്ന് പിന്മാറുവാൻ പറയുമെന്ന് സോഷിറോ കരുതുന്നു. പകരം അവൾ അവന്റെ സഹായം അഭ്യർത്ഥിക്കുകയും തന്റെ സേനയിൽ ചേരാൻ അവനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. മീനയ്ക്ക് ഒരു കത്തി പോലും ഉപയോഗിക്കാൻ അറിയില്ലെന്നും അവൾ വലിയ കൈജുകളായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അവന് അവൾക്കായി വഴിയൊരുക്കാൻ കഴിയുമെന്നും അവൾ അവനോട് പറയുന്നു. അവൻ ആശ്ചര്യത്തോടെ കണ്ണുകൾ തുറക്കുന്നു. അപ്പോൾ ആ ഫ്ലാഷ് ബാക്ക് തീരുന്നു. ഈ അവസാന നിമിഷവും ക്യാപ്റ്റൻ മീന തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോയതെല്ലാം സംരക്ഷിക്കുവാൻ സോഷിറോ തീരുമാനിക്കുന്നു. നമ്പർ 10 അതിന്റെ വലിയ കൈകൾ കൊണ്ട് അവനെ പിടികൂടുന്നതുവരെ അവൻ തുടർച്ചയായി അതിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. കഫ്ക അപ്പോൾ ഏതാണ്ട് അവിടെ എത്തിയിരിക്കുന്നു. വൈസ് ക്യാപ്റ്റനെ രക്ഷിക്കുവാൻ ട്രാൻസ്ഫോം ചെയ്യുന്നതല്ലാതെ മറ്റ് വഴികളൊന്നുമില്ലെന്ന് കഫ്ക തീരുമാനിക്കുന്നു. തന്റെ സുഹൃത്തുക്കളുടെ ജീവൻ രക്ഷിക്കുവാൻ എന്ത് തന്നെ ചെയ്യുവാനും കഫ്ക തയ്യാറാണ്. എന്നാൽ കൈജു നമ്പർ 8 മാറുന്നതിന് തൊട്ടു മുൻപ് അവൻ പരിചയമുള്ള ഒരു ശബ്ദം കേൾക്കുന്നു. അത് ക്യാപ്റ്റൻ മീന ആഷിറോയാണ്. കൈജുവിന്റെ കൈകളിലിരിക്കുന്ന സോഷിറോ നമ്പർ 10 പുഞ്ചിരിച്ചുകൊണ്ട് ഇവിടെ വിജയിച്ചിരിക്കുന്നത്
ഞാൻ തന്നെയാണെന്ന് പറയുന്നു. ഒരു ബ്ലാസ്റ്റ് വന്ന് കൈജു നമ്പർ 10 ഹിറ്റ് ചെയ്യുമ്പോൾ അത് വൈസ് ക്യാപ്റ്റനെ റിലീസ് ചെയ്യുന്നു. മീന വീണ്ടും തന്റെ ക്യാനൻ ലോഡ് ചെയ്യുമ്പോൾ കൈജു നമ്പർ 10 അവളെ നോക്കി അലറുന്നു. മീന തന്റെ അടുത്ത ഷോട്ടിനായി തയ്യാറാകുന്നു. അവളുടെ രണ്ടാമത്തെ ഷോട്ട് കൈജു നമ്പർ 10 കൈകൾ തെറിപ്പിക്കുന്നു. മീന കൂടുതൽ ശക്തമായ ഷോട്ടിനായി തയ്യാറാകുമ്പോൾ ഓക്കനോഗി അതിന്റെ കോർ എവിടെയാണെന്ന് അറിയിക്കുന്നു. മീനയുടെ ഷോട്ടിൽ നിന്ന് കൈജു നമ്പർ 10 ഒഴിഞ്ഞു മാറാതിരിക്കാൻ സോഷിറോ അതിന്റെ കാലുകളിൽ പ്രഹരം നടത്തുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ കിക്കോരു ഷിനോമിയ സംഭവ സ്ഥലത്തെത്തി തന്റെ കൂറ്റൻ കോടാലി നമ്പർ 10 നേരെ വീശുന്നു. പക്ഷെ അവൾക്ക് അതിന്റെ ശക്തമായ കവചം തകർക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ സോഷിറോ താൻ ആദ്യം കൈജു നമ്പർ 10 കവചം മുറിക്കുമ്പോൾ തൊട്ടു പിന്നാലെ ഷിനോമിയോട് അവൻ മുറിച്ച സ്ഥലത്ത് തന്നെ ആക്രമിക്കുവാൻ പറയുന്നു. അവർ ഒന്നിനു പുറകെ ഒന്നായി ആ കൈജുവിന്റെ കാൽമുട്ടിൽ പ്രഹരം നടത്തുന്നു. റെനോയും മറ്റ് ഓഫീസർമാരും അവരുടെ ലൊക്കേഷനിൽ എത്തുന്നു. മീന ആ കൈജുവിന്റെ പിന്നിൽ നിന്ന് ഫയർ ചെയ്യുകയും അതിന്റെ കോർ തുറന്നു കാട്ടുകയും ചെയ്യുന്നു. അവൾക്കിനി ഒരു ബുള്ളറ്റ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ കാഫ്ക ഉൾപ്പെടെയുള്ള പ്രതിരോധ സേനയിലെ ബാക്കിയുള്ളവർ മറ്റു കൈജുകളിലും കൈജു നമ്പർ 10 അവർക്ക് അവശേഷിക്കുന്ന ബുള്ളറ്റുകളെല്ലാം ഫയർ ചെയ്യുന്നു. പരിക്കേറ്റ സോഷിറോ മീനയ്ക്ക് വ്യക്തമായി ഫയർ ചെയ്യുവാൻ വേണ്ടി കൈജു നമ്പർ 10 ശ്രദ്ധ തിരിക്കുവാൻ അതിനോട് ഫൈറ്റ് ചെയ്യുന്നു. നമ്പർ 10 സോഷിറോയെ അതിന്റെ വായിലാക്കുന്നതിന് തൊട്ടുമുന്നേ മീന അവനോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്റെ അവസാനത്തെ ഷോട്ടും കൈജു നമ്പർ 10 നടത്തുന്നു. കമാൻഡ് റൂമിൽ നിന്ന് ഒക്കനോഗി കൈജു നമ്പർ 10 പരാജയപ്പെട്ടുവെന്ന് വിളിച്ചു പറയുന്നു. പ്രതിരോധ സേനയിലെ ഉദ്യോഗസ്ഥർ പരസ്പരം അഭിനന്ദിക്കുവാൻ തുടങ്ങുന്നു. അവർ മുറിവേറ്റവരെ നോക്കുമ്പോൾ സോഷിറോ ഷിനോമിയയ്ക്ക് നേരെ കൈകൾ നീട്ടി അവളെ എഴുന്നേൽപ്പിക്കുന്നു. അവരെയെല്ലാം ഒരുമിച്ച് കാണുമ്പോൾ കഫ്കയുടെ കണ്ണുകൾ നിറയുന്നു. അവരുടെ കൂട്ടത്തിലായതിൽ അവൻ അഭിമാനിക്കുകയും ഒരു ദിവസം സോഷിറയുടെയും മീനയുടെയും അരികിൽ നിൽക്കാൻ അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആ സമയം കഫ്ക കരയുന്നത് കാണുമ്പോൾ റെനോ അവനെ കളിയാക്കുന്നു. അതേസമയം ഇപ്പോഴും അവശേഷിക്കുന്ന കൈജുകളെ കൊല്ലുവാൻ സോഷിറോ പദ്ധതികൾ തയ്യാറാക്കുന്നു. എന്നാൽ മീന അവനോട് അവന് വിശ്രമിക്കുവാൻ സമയമായി എന്ന് പറയുന്നു. മീന, സോഷിറോ പിന്നെ ഷിനോമിയ എന്നിവരെല്ലാം തങ്ങളുടെ കോംബാറ്റ് ഫോഴ്സ് പൂർണ്ണമായും തീർത്തിരിക്കുന്നു. അതിനാൽ മറ്റു ഉദ്യോഗസ്ഥർ ബാക്കിയുള്ള കൈജുകളെ നശിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. പെട്ടെന്ന് എല്ലാവരും അവരുടെ മുകളിൽ ഒരു വിചിത്രമായ ശബ്ദം കേൾക്കുന്നു. കൈജു നമ്പർ 10 ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരു ന്യൂക്ലിയർ ബ്ലാസ്റ്റിന് തുല്യമായ ഒരു കൈജു ബോംബ് സൃഷ്ടിക്കുവാൻ നൂറുകണക്കിന് കൈജുകൾ ആകാശത്ത് ഒരു ബോൾ പോലെ കൂടിച്ചേരുന്നു. പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർക്ക് അതിനു നേരെ വെടിവെക്കുവാൻ കഴിയുന്നില്ല. മാത്രമല്ല, അതെങ്ങാനും പൊട്ടിത്തെറിച്ചാൽ അവർക്ക് അവിടെ നിന്ന് വേഗത്തിൽ മാറുവാനും കഴിയില്ല. കൈജു നമ്പർ 10 തല സോഷിറയോട് അവരുടെ പോരാട്ടം സമനിലയിലായതായി തോന്നുന്നുവെന്ന് പറയുന്നു. അവരെല്ലാം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതുപോലെ നോക്കുമ്പോൾ അസാമാന്യമായ വേഗത്തിൽ കഫ്ക മുന്നോട്ട് ഓടി വരുന്നു. വായുവിലേക്ക് കുതിച്ചുകൊണ്ട് അവൻ കൈജു നമ്പർ 8 മാറുന്നു. പ്രതിരോധ സേനാ അംഗങ്ങളെല്ലാം ഞെട്ടിക്കൊണ്ട് നോക്കുന്നു. സോഷിറോയ്ക്ക് നേരത്തെ കഫ്കയിൽ എന്തോ കുഴപ്പമുള്ളതായി അറിയാമായിരുന്നു. പക്ഷേ അയാൾക്കവനെ ആത്മാർത്ഥമായി ഇഷ്ടമുള്ളതിനാൽ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുവാൻ അയാൾ ആഗ്രഹിച്ചിരുന്നില്ല. അവരെ വഞ്ചിച്ചതിൽ സോഷിറോയോടും എല്ലാവരോടും കഫ്ക മൗനമായി മാപ്പു പറയുന്നു. അവൻ മീനയെക്കുറിച്ച് ചിന്തിക്കുന്നു, പിന്നെ അലറുന്നു. യുദ്ധസമയത്ത് മറ്റെല്ലാവരും ചെയ്തതുപോലെ തന്നെ സ്വന്തം ജീവൻ പണയപ്പെടുത്തുവാൻ കഫ്കയും തയ്യാറാകുന്നു. കൈജു നമ്പർ 8 വായുവിലേക്ക് എടുത്തു ചാടുകയും തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ആ കൈജു ബോംബിന് നേരെ ഒരു പഞ്ച് കൊടുക്കുകയും ചെയ്യുന്നു. അതാ ബോംബിനെ ഭൂമിയിലെ കേടുപാടുകൾ കുറയ്ക്കുന്നതിന് അന്തരീക്ഷത്തിൽ വളരെ അകലെ തെറിപ്പിക്കുകയും അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. എല്ലാവരും സുരക്ഷിതരാണ്. സ്ഫോടനത്തിന്റെ പൊടിപടലങ്ങൾ മാറുമ്പോൾ കഫ്ക നിശബ്ദനായി നിൽക്കുന്നു. സ്വന്തം ശരീരം കൊണ്ട് ആ സ്ഫോടനം ഏറ്റുവാങ്ങിയതിനു ശേഷം മീനയെ സങ്കടത്തോടെ നോക്കുമ്പോൾ രൂപാന്തരം അവന്റെ മുഖത്ത് നിന്ന് മെല്ലെ മാഞ്ഞു പോകുവാൻ തുടങ്ങുന്നു. അവർ അവനെ
തടവിലാക്കുന്നു. ഇവിടെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.